ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ഓണറായിട്ടിരുന്ന് കഴിഞ്ഞ ആഴ്ച കാട്ടിക്കൂട്ടിയ കണ്ണന്തിരിവുകളെല്ലാം പെട്ടെന്ന് മൈൻഡിൽ കൂടി പോയത് കൊണ്ടാവാം അനീഷിന്റെ അടുത്തൊരു മുൻകൂർ ജാമ്യം എടുക്കുന്ന ഒരു ആര്യനെയാണ് ലൈവിൽ കണ്ടത്. സർ, ഞാൻ ഈ കമ്പനിയിൽ ആദ്യമായിട്ടാണ്. എന്തെങ്കിലും തെറ്റായിട്ട് കണ്ടാൽ മോനെ ആര്യൻ ഇങ്ങനെയല്ല, ഈ രീതിയിലാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരണം, എന്നെ അഡ്വൈസ് ചെയ്യണം, വഴക്കൊന്നും പറയരുത്. യെസ് ആര്യൻ, കമ്പനിയുടെ ബൈലോസും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്താൽ ആര്യൻ ഈ കമ്പനിയിൽ ദീർഘകാലം തുടരാം എന്ന് അനീഷ് പറയുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച ഓണറിന്റെ ബോയ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് എന്തൊക്കെയായിരുന്നു. ജോക്സ് അപ്പാർട്ട്, ആര്യൻ ഒരു നല്ല പ്ലെയർ ആണ്. സാരിത്വമൊക്കെ വിട്ട് സ്വന്തമായിട്ടുള്ള ഒരു ഓഡിയൻസ് ഗെയിം ആര്യൻ വർക്കൗട്ട് ആക്കി എടുത്താൽ തീർച്ചയായിട്ടും നല്ലൊരു വിഭാഗം പ്രേക്ഷകർ ആര്യനെ സപ്പോർട്ട് ചെയ്യും. കാരണം വളരെ ഇന്നസെന്റ് ആണ്, പാവമാണെന്നാണ് തോന്നുന്നത്. ഈ ഒരു പ്രവൃത്തി തന്നെ നമുക്ക് മനസ്സിലാവും. അനീഷിന്റെ അടുത്ത് വെറുതെ നിന്നിങ്ങനെ മുൻപ് വെറുതെ ഈ രീതിയിൽ നിന്നിട്ടുള്ള ഒരു മുൻകൂർ ജാമ്യം ആര്യൻ വാങ്ങിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ അതങ്ങ് ചെയ്യുവാണ്, മൈൻഡ് ഒന്ന് ഈസാവാൻ വേണ്ടി ആയിരിക്കണം. അപ്പൊ അനീഷിന് പറയുന്നുണ്ട് ആര്യനെ പോലുള്ള യങ് ബ്ലഡ്സിനെ ഇവിടെ എടുക്കാനായിട്ട് കാരണം തന്നെ ആര്യൻ നന്നായിട്ട് ജോലി ചെയ്യുമെന്നത് കൊണ്ടാണ് എന്ന്. അതിൽ നിന്ന് തന്നെ അനീഷിന് ആര്യനെ പറ്റിയുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് മനസ്സിലാവും. ഒരിക്കലും ആര്യൻ കഴിഞ്ഞ ആഴ്ച കാണിച്ച പോലത്തെ ആ ഒരു ഹുങ്കും അഹങ്കാരവും ഒന്നും വെച്ച് അനീഷ് കളിക്കത്തില്ല, ആ കാര്യം ഉറപ്പാണ്. അന്യായം കാണിച്ചാൽ മാത്രം പ്രതികരിക്കും. അതാണ് അനീഷിന്റെ ഒരു തുടക്കം പോലുള്ള ഒരു നിലപാട്. അത് ആ രീതിയിൽ തന്നെ കണ്ടിന്യൂ ആയി പോകുന്നതാണ് തോന്നുന്നു ഈ ഒരു ടാസ്കിനകത്ത്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും